ഇനി നമുക്കൊരു ചെറിയ വൺമാൻ ഷോയിലേക്ക് കടക്കാം അല്ലേ. സിനിമാ താരങ്ങളുടെ ശബ്ദം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ശബ്ദമൊക്കെ ഇതിനു മുമ്പ് പല രൂപത്തിലും പല ഭാവത്തിലും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. മോർഫിംഗ് ആയിട്ടും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ അവതരിപ്പിച്ചതാണ്. എന്നാൽ ഈ പ്രാവശ്യം ഒരു വേറൊരു സംഭവമാണ്. കാരണം ഞങ്ങൾ മിമിക്രിക്കാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അനുകരിക്കുന്ന രാഷ്ട്രീയക്കാരെയാണ്. നാളെ ഒരു അവസരത്തിൽ ഈ രാഷ്ട്രീയക്കാർ മിമിക്രിയിലേക്ക് ഇറങ്ങിയുള്ളൊരു അവസ്ഥ എന്തായിരിക്കുമെന്ന് ഞങ്ങൾ ഇപ്പോഴേ ചിന്തിച്ചു തുടങ്ങി. കാരണം പല വേഷം കെട്ടൽ നടത്തുന്നവരാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ. നാളെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ മിമിക്രിയിലേക്ക് അവർ ഇറങ്ങിക്കളയും. അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ താരങ്ങൾ രാഷ്ട്രീയക്കാർ മിമിക്രി അവതരിപ്പിച്ചാൽ എപ്രകാരമായിരിക്കും നമുക്കൊന്ന് നോക്കാം. നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ സാറ് അദ്ദേഹം ഒരു മിമിക്രിയായിട്ട് എത്തുകയാണ്. എല്ലാവർക്കും 5 മിനിറ്റാണ് ടൈം എന്നറിയാം മിമിക്രി കോമ്പറ്റീഷന്. നമുക്ക് അദ്ദേഹം എന്ത് മിമിക്രിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത് നോക്കാം. വളരെ വ്യക്തവും ശക്തവുമായ രീതിയിൽ പറയുകയാണെങ്കിൽ ഈ മിമിക്രി കോമ്പറ്റീഷന്റെ ടൈം 5 മിനിറ്റ് എന്നുള്ളത് എന്നെ പോലെയുള്ളവർ മത്സരിക്കുമ്പോൾ ഒരു 50 മിനിറ്റെങ്കിലും വേണം എന്നാണ് പറയുവാനുള്ളത്. ഞാൻ ആദ്യമായിട്ട് അനുകരിക്കുന്നത് ഒരു എരുമയുടെ ശബ്ദം. ചിരിച്ചപ്പോൾ മനസ്സിലായി മുഖം അതുപോലായതുകൊണ്ടല്ലേ. കേൾക്കാം. ഇതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇലക്ഷൻ ടൈമിൽ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഒരു മാക്രിക്കുട്ടൻ ചാടി വന്നു. ഞാൻ ചോദിച്ചു, എന്താണ് പേര്? ഉടനെ മറുപടി വന്നു, മാത്യു 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 എന്നാണ് പേര്. ക്രിസ്ത്യൻ തവളയായിരുന്നു. ഞാൻ ചോദിച്ചു, എന്തിനു പഠിക്കുന്നു? ഉടനെ പറഞ്ഞു, ബികോമിനാണ് പഠിക്കുന്നത്. ബികോമിന് പഠിച്ചിട്ട് ഇനി എന്ത് പഠിക്കാനാണ് ആഗ്രഹം? എംകോമിന് പഠിക്കാനാണ് ആഗ്രഹം. ഇതേപോലൊരു വീട്ടിൽ കയറി ചെന്നപ്പോൾ, ഇലക്ഷന് വോട്ട് ചോദിക്കാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു നായ, ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഒരു നായ ഉണ്ടായിരുന്നു. ആ നായ എന്നെ കണ്ടപ്പോൾ എടുത്തവായി ചോദിക്കുകയാണ്, WHO ഹൂ? ഞാൻ പറഞ്ഞു, എന്റെ പേര് അച്യുതാനന്ദൻ. ഉടനെ അടുത്ത ചോദ്യം, WHAT എന്താ? ഞാൻ പറഞ്ഞു, ഇലക്ഷൻ വോട്ട് ചോദിക്കാൻ വന്നതാണെന്ന്. അതേതോ കോൺഗ്രസ്സുകാരന്റെ നായായിരുന്നു, അതിന് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ പറഞ്ഞു, ജിയോ ഗോ. ഇതാണ് നമ്മുടെ സഖാവിന്റെ മിമിക്രിയെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ലീഡറും അത്ര മോശക്കാരൊന്നുമല്ല. അദ്ദേഹം ഒരു മിമിക്രിയായിട്ട് എത്തിയാൽ എങ്ങനെ ഉണ്ടാവും? സുഖത്തിലേ വയ്യ, എന്നാൽ പോലും ഒരു മിമിക്രിയുമായിട്ട് ഞാൻ എത്തുകയാണ്. പണ്ടൊക്കെ മിമിക്രിയും മോണാക്റ്റും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന. പക്ഷെ ഇപ്പോൾ ഞാൻ മിമിക്രി കാണിച്ചാൽ അതൊരു കോക്കരിയായിട്ട് തോന്നുന്നു. ഞാനും കാണിക്കാം. ഞാൻ ആദ്യം കാണിക്കുന്നത് ഒരു പൂച്ചയുടെ ശബ്ദമാണ്. നൈറ്റായിട്ട് ഒരു കോഴി കൊക്കുന്നത് കേൾക്കാം. പറ്റുന്നില്ല. പണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിനേക്കാൾ ഉച്ചത്തിൽ കൂവിക്കൊണ്ടിരുന്നില്ല. പക്ഷെ ഇപ്പം ഞാൻ കൂവിയാൽ എന്നെക്കാളും മേളിൽ മറ്റുള്ളവർ കൂവി എന്നെ ഇല്ലാണ്ടാക്കി കഴിയും. അവൾ ഞെട്ടട്ടെ. താങ്ക് യു. ഇനി നമ്മുടെ
പ്രതിരോധ വകുപ്പ് മന്ത്രി ശ്രീ AK ആന്റണി സാറ് മിമിക്രി നടത്തുകയാണ്. ഇന്ന് അദ്ദേഹം പ്രതിരോധ വകുപ്പ് മന്ത്രി ആയതുകൊണ്ട് ആ മേഖലയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ മിമിക്രി. സുഹൃത്തുക്കളെ, വളരെ പൈശാചികവും വേദനാജനകമായിട്ട് ഞാനിവിടെ നിൽക്കുന്നത്. സത്യത്തിൽ ഒരിക്കലും കാര്യം പറയുന്നത് 5 മിനിറ്റാണ് ഈ മിമിക്രിയുടെ ടൈം. അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും ബഹളം വെച്ചാൽ ഞാൻ രാജിവെച്ച് പുറത്തു കളയും. പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇത് കത്ത വന്നത് ഞാൻ രാജിവെച്ച് പുറത്തു കളയും. ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്ന ശബ്ദം പാകിസ്ഥാനിൽ ബോംബിടാൻ പോകുന്ന ഒരു ഹെലികോപ്റ്ററിന്റെ ശബ്ദം. ശക്തമായ ഒരു ഹെലികോപ്റ്ററിന്റെ ശബ്ദം. ഇനി അടുത്തതായിട്ട് വളരെ പൈശാചികവും മൃഗീയവുമായ രീതിയിലുള്ള ഒരു ആംബുലൻസിന്റെ പോക്ക്. അടുത്തതായിട്ട് AK-47 കൊണ്ട് ചെറ പറന്ന് വെടിവെച്ചാൽ എങ്ങനെയിരിക്കും? അതാണ് കാണിച്ചത്. ഇനി അടുത്ത വളരെ ലൈറ്റായിട്ട്, അത്ര മൃഗീയമല്ല, വളരെ ലൈറ്റായിട്ട് ഒരു നാടൻ തോക്കുകൊണ്ട്, കേരളത്തിലെ സിനിമയിലൊക്കെ കിട്ടുന്ന നാടൻ തോക്കുകൊണ്ട് വെടിവെച്ചാൽ എങ്ങനെയിരിക്കും? താങ്ക് യു, ഒരുപാട് സന്തോഷം. ഇനി നമ്മുടെ ഉമ്മൻചാണ്ടി സാറാണ് മിമിക്രി കാണിക്കുന്നതെങ്കിലോ? അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു, അദ്ദേഹത്തിന് 50 മിനിറ്റ് വേണ്ടിവരും. 50 മിനിറ്റ് അല്ല, 50 വർഷം വേണ്ടി വരും. അത്രയ്ക്ക് വലിച്ചു നീട്ടിയല്ലേ ഓരോന്ന് പറയുന്നതും കാണിക്കുന്നതും. എന്നെ സംബന്ധിച്ചിടത്തോളം മിമിക്രി കാണിക്കാൻ 5 മിനിറ്റ് വേണ്ട, 5 സെക്കൻഡ് മതി. അതിനുള്ളിൽ ഞാൻ മിമിക്രി കാണിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പുതുപ്പള്ളി മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ ഒരു ആട്ടിൻകുട്ടിയെ കണ്ടു. ഞാൻ ചോദിച്ചു എന്താണ് പേരെന്ന്. ഉടനെ അത് പറഞ്ഞു, ഷീല എന്നാണ് പേര്. എന്തിന് പഠിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് പറഞ്ഞു MIക്കാണ് പഠിക്കുന്നത്. ഈ MIക്ക് പഠിച്ചിട്ട് എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അത് പറയുകയാണ് MLA. പിന്നൊട്ടും പഠിച്ചില്ല, അപ്പൊ തന്നെ അതിനെ കറി വെക്കുന്നു. കാരണം പുതുപ്പള്ളിയില ഞാൻ മാത്രം മതി MLA ആയിട്ട്, ഒരാടിനെ ഞാൻ സമ്മതിക്കില്ല. താങ്ക് യു. സിനിമകൾ നമ്മൾ കാണാറുള്ളതാണ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സിനിമകൾ. എത്രയോ കഷ്ടപ്പെട്ടാണ് ഇവിടുത്തെ ഇംഗ്ലീഷ് സിനിമകൾ അവർ മേക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ ഇംഗ്ലീഷ് സിനിമകൾ മറ്റു ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു വൃത്തികേട് മനസ്സിലാവുകയുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ സൺ TV-യിലും അല്ലെങ്കിൽ രാജ് TV-യിലൊക്കെ തമിഴ് ചാനലുകളിൽ ഈ ഇംഗ്ലീഷ് സിനിമകൾ മൊഴിമാറ്റം ചെയ്തു വരാറുണ്ട്. അപ്പോഴാണ് മര്യാദയ്ക്ക് ഇംഗ്ലീഷ് പറയുന്ന സായിപ്പ്മാർ തമിഴ് പറയുമ്പോൾ വൃത്തികേട് മനസ്സിലാവുകയുള്ളൂ. തമിഴ് നല്ല ഭാഷയാണ്, എന്നാലും സായിപ്പ്മാരത് പറയുന്നതാണ് സഹിക്കില്ല. സ്റ്റീഫൻ സ്പിൽബർഗ് സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റായ ജുറാസിക് പാർക്ക് എന്ന സിനിമ ഈ കഴിഞ്ഞ ദിവസം തമിഴിൽ മൊഴിമാറ്റം ചെയ്ത് കാണുകയുണ്ടായി. നമുക്ക് ആ പടം തമിഴിലൊന്ന് ഇപ്പൊ കാണാം. சின்ன திரைகளில் வர்ண கோலங்கள் படைக்கும் உங்கள் ராஸ் டிவியில் இன்று இரவு 7:30 ஹாலிவுட் சூப்பர் ஹிட் திரைப்படம் ஜுராசிக் பூங்காவனம் காண தவறாதீர்கள். முனியாண்டி, இந்த இரவுக்கு நீ எங்க போனடா? இல்லடா, நான் என் அப்பாவும் ஃப்ரெண்ட்ஸ் எல்லாம் சேர்ந்து காடு சுத்தி பார்க்க போறடா. நீ வரலையோ? இல்லடா, எனக்கு ஒரே பிஸிடா, நிறைய வேலை இருக்கப்பா. ஓகேடா, சாயங்காலம் பார்க்கலடா.
കുളിര് എന്നാ കുളിര്. ஏதோ பள்ளி மாதிரி இருக்கம்மா. அப்படியா? நான் பயந்துட்டேனா? வாதில மொத்ததா தெரியலம்மா. வாதில தொறாப்பா.